ഇന്ന് പനീർ വെച്ച് ഒരു കറി ഉണ്ടാക്കാം. ഇത് 125 ഗ്രാം പനീറുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്തൊരു അരമണിക്കൂർ വെച്ചേക്കാം. ഇത് ഒരു സവാള, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഉണ്ട്. അതുകൊണ്ട് ഒരു തക്കാളി മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. ഒന്ന് മൂത്തിട്ടുണ്ട്. ഇതിനെയും കോരിയെടുക്കാം. പനീർ കോരി ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലൂടെ ഒഴിക്കാം. കുറച്ച് ഓയിലും ഇച്ചിരി ബട്ടറോട് ഇടാം. അതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച സവാളയും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയും ഇടാം. കുറച്ച് ഉപ്പിടാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ അതിടാം. അതിലേക്ക് ഈ ഒരു തക്കാളി അരച്ചത് അത് ചേർക്കാം. ഇത് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇതിപ്പോൾ 5 മിനിറ്റായി. അതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിക്കാം. അതിലേക്ക് തിളപ്പിച്ച 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. അതിലേക്ക് പനീർ ഫ്രൈ ചെയ്തിടാം. ഇനി അടച്ചു വെച്ചൊന്ന് കുറച്ചൊന്ന് പറ്റട്ടെ. 5 മിനിറ്റായി വെച്ചിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ മേളിലിടാം. ഓഫാക്കാം. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു പനീർ ഗ്രേവി കറിയാണ്.